പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിത വിജയത്തിന് സഹായിക്കുന്ന 8 ചാണക്യ സൂത്രങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോ. പുരാതന ഭാരതത്തിലെ ടീച്ചർ, ഓതർ, ഫിലോസഫർ, ജൂറിസ്റ്റ്, പൊളിറ്റീഷ്യൻ, എക്കോണമിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന BC 375-283 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാമനുഷ്യനായ ചാണക്യൻ അഥവാ കൗടില്യന്റെ 8 വാചകങ്ങൾ. അവ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനായി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. ഒന്നാമത്തേത്, വിദ്യാഭ്യാസത്തെ ഏറ്റവും നല്ല സുഹൃത്തായി കാണുക. വിദ്യാസമ്പന്നനായ ഒരാൾ എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു. അവിടെ സൗന്ദര്യമോ പ്രായമോ ഒന്നും പ്രശ്നമല്ല. എല്ലാറ്റിനും മുകളിലാണ് അറിവിന്റെ സ്ഥാനം. അങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ പരിചിതമാണല്ലോ. രണ്ടാമത്തേത്, ഭയകരമായ സാഹചര്യങ്ങൾ അടുത്തെത്തിയാൽ അതിനെ പേടിച്ചൊളിക്കുകയല്ല, നേരിടുകയാണ് വേണ്ടത്. ചാണക്യന്റെ വാചകത്തിൽ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം സധൈര്യം നേരിടുക. പരീക്ഷകളാണെങ്കിലും ഇന്റർവ്യൂസ് ആണെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് വളരാനുള്ള, തരണം ചെയ്യേണ്ടതായ ഏതു സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുക തന്നെ വേണം. സധൈര്യം മുന്നോട്ടു പോകണം. മൂന്നാമത്തേത്, നിങ്ങൾ ഏതു കാര്യവും ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് സ്വയം 3 ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്? ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഞാനിതിൽ വിജയിക്കുമോ? നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തതിനു ശേഷം മാത്രം മുന്നോട്ടു പോവുക. നാലാമത്തേത്, ഒരു വ്യക്തി വളരെയധികം സത്യസന്ധനായിരിക്കരുതെന്നാണ് ചാണക്യൻ പറയുന്നത്. നേരായ മരങ്ങൾ ആദ്യം മുറിക്കപ്പെടുന്നത് പോലെ സത്യസന്ധരായ ആളുകളെയും ആദ്യം വെട്ടിമാറ്റും എന്നാണ് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത്. അതായത് കള്ളത്തരം കാണിക്കണമെന്നല്ല, എങ്കിലും അവരവരെ പറ്റി എല്ലാവരോടും പൂർണ്ണമായും ഓപ്പൺ ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ളവരോട് മാത്രമേ നിങ്ങൾ പൂർണ്ണമായും മനസ്സ് തുറക്കാവൂ. അഞ്ചാമത്തേത്, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. അവയെല്ലാം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കി അനുഭവങ്ങളിൽ നിന്നും പഠിക്കാൻ നിങ്ങളുടെ ജീവിതകാലം തികയണമെന്നില്ല. അതായത് കണ്ടറിയുക, എല്ലാം കൊണ്ടറിയാനായി കാത്തു നിൽക്കാതിരിക്കുക. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നുകൂടി പഠിക്കുക. 6, ഓരോ സൗഹൃദത്തിനു പിന്നിലും ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അതില്ലാതെ ഒരു സൗഹൃദവുമില്ല. അതൊരു കൈപ്പേറിയ സത്യം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഫ്രണ്ട്സുമായിട്ടായിരിക്കും കൂട്ടുകൂടുക. അത് നമ്മുടെ സ്വാർത്ഥ താല്പര്യം തന്നെയാണ്. 7, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ പരാജയത്തെ ഭയപ്പെടരുത്. ആ പ്രവൃത്തി ഉപേക്ഷിക്കരുത്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവർ. അതിന്റെ റിസൾട്ട് തീർച്ചയായും അവർക്ക് കിട്ടും. 8, ഒരു മനുഷ്യൻ ഒറ്റയ്ക്കാണ് ജനിക്കുന്നത്. തന്റെ കർമ്മങ്ങളുടെ നല്ലതും ചീത്തയുമായ ഫലങ്ങൾ അനുഭവിച്ചിട്ട് ഒടുവിൽ ഒറ്റയ്ക്കു തന്നെ മരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടങ്ങളിലോ ഒറ്റപ്പെടലുകളിലോ അമിതമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. ആത്യന്തികമായി നാം ഓരോരുത്തരും ഒറ്റയ്ക്കാണെന്ന ബോധം പ്രതികൂല സാഹചര്യങ്ങളിൽ നാം ഓർമ്മയിൽ കൊണ്ടുവരണം. ഈ സത്യം മനസ്സിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ നഷ്ടങ്ങളിൽ നിന്നും കരകയറാനാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.